25,000 താഴെ വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ഫോണാണ് മോട്ടോ എഡ്ജ് 40 നിയോ എന്ന് ഞാൻ ഇനി പറയില്ല. കാരണം ഞാൻ തന്നെ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതും വീഡിയോസുകളിൽ വന്ന് പറഞ്ഞിട്ടുള്ളതുമാണ് 25,000 താഴെ വളരെ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫോണാണ് മോട്ടോ എഡ്ജ് 40 നിയോ എന്ന് പറയുന്നത്. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഒരുപാട് കുറ്റങ്ങളാണ് ഞാൻ അതിനെപ്പറ്റി കേൾക്കുന്നത്. ഒരുപാട് കംപ്ലയിൻസ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എടുത്തിട്ട് തന്നെ അതിനെപ്പറ്റി വളരെയധികം കംപ്ലയിൻസ് ആണ് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഹീറ്റിംഗ് ഇഷ്യൂ. എനിക്ക് അടുത്തറിയുന്നവരും അല്ലാതെ മെസ്സേജ് അയച്ച് പറയുന്നവരും ഒരുപാടാണ്. ബ്രോ, ഈ ഒരു ഫോണിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, അത് എനിക്ക് മാത്രമാണോ എല്ലാവർക്കും ഉണ്ടോ എന്ന് കോമൺ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും മോട്ടോ എഡ്ജ് 40 നിയോ എന്ന് പറയുന്ന ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിൽ നേരിടുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നറിയാം. ഇതൊക്കെ കോമൺ ആണോ ഇല്ലയോ എന്ന് കുറച്ചുകൂടെ വൈഡായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തൊരു പ്രശ്നമാണ് നെറ്റ്വർക്കിൻ്റെ റിസപ്ഷൻ വളരെയധികം മോശമാണ് എന്നാണ് പലരും പറയുന്നത്. ഞാൻ ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് പേർക്കുണ്ട്, ചിലപ്പം വളരെ സിറ്റിയോട് അടുത്ത് താമസിക്കുന്നവർക്കായിരിക്കും ആ ഒരു പ്രശ്നം ഇല്ലാത്തത്. എന്തായാലും നെറ്റ്വർക്കിൽ കുറച്ച് തരത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് ഞാൻ സ്റ്റോറി ഇട്ടതിലൂടെയും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം ഞാനും എൻ്റെ മോട്ടോ എഡ്ജ് 40 നിയോ ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ടും കൂടെ സിറ്റിയിൽ പോയപ്പോഴും എനിക്ക് 5G കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫ്രണ്ടിന് കിട്ടുന്നില്ല. ബാക്കി എല്ലാവർക്കും 5G അവൈലബിൾ ആയിട്ട് പോലും എൻ്റെ ഫ്രണ്ടിന് 5G കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു ചിലപ്പോൾ ഈ ഒരു പ്രശ്നം അപ്ഡേഷനോടെ മാറുമായിരിക്കാം. മോട്ടോ എന്ന് അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇതുവരെ മോട്ടോ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും നമ്മളെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അറിവില്ല. അപ്പോൾ ഇനി എടുക്കാൻ നിൽക്കുന്ന 25,000 താഴെ ഒരു ഫോൺ എടുക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ പുതിയ ഫോണൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വളരെയധികം അറിവിൽ വെച്ചേക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പുതിയ ഫോണൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് എടുക്കാൻ നിൽക്കുന്നത്, 25,000 റേഞ്ചിലാണ് എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അടിയിൽ ഷെയർ എന്ന് പറയുന്ന ബട്ടണുണ്ട്. അപ്പോഴത്തേക്ക് വാട്സപ്പോ അല്ലോ ലിങ്കോ എന്തെങ്കിലും കോപ്പി ആവും. അവിടെ ചെന്ന് അവർക്ക് ജസ്റ്റ് ഷെയർ ചെയ്തെടുക്കുക. അവരൊന്ന് അവെയർ ആയിരിക്കട്ടെ. എല്ലാവരും പെട്ടെന്ന് ആദ്യം ഉടക്കുന്ന ഒരു ഫോണാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ റിച്ച് ആയിട്ടുള്ള 25,000 പ്രൈസ് റേഞ്ചിൽ റിച്ച് ആയിട്ടുള്ള ഒരു ഫോണാണ്, സ്പെക്ക് കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു ഫോണാണ് മോട്ടോ എഡ്ജ് 40 നിയോ എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കൂടെ ഉള്ളു. എല്ലാവരും അങ്ങോട്ട് ആദ്യം പോകും. പിന്നെ ഒരു ഗെയിമിങ് കളിക്കുന്ന ഒരാളാണെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ വളരെയധികം ഫേസ് ചെയ്യേണ്ടി വരും. വളരെ വൈഡായിട്ടുള്ള ഓഡിയൻസ് പറയുന്നതാണ് ഹീറ്റിംഗ് ഇഷ്യൂ. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ലെൻസിൻ്റെ ക്യാമറയുടെ ലെൻസ് ഇഷ്യൂ. അത് വളരെ ചുരുക്കം ആൾക്കാർ പറഞ്ഞ വളരെ മൈനറായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് മാത്രമേ ക്യാമറയിൽ ഇഷ്യൂ. ഞാൻ കുറച്ച് ഈ ഒരു മോട്ടോ എഡ്ജ് 40 നിയോയിൽ എടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെയും കുറച്ച് വീഡിയോസിൻ്റെയും സാമ്പിളെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അതിൽ നിന്നുള്ള ക്വാളിറ്റി എല്ലാം. എനിക്ക് കണ്ടിട്ട് അത്ര വലിയ ഇഷ്യൂ ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. 25,000 റേഞ്ചിൽ തരുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് ഫോട്ടോസിൻ്റെ ആയാലും വീഡിയോസിൻ്റെ ആയാലും ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈഡിൽ 4K എങ്ങാണ്ട് സപ്പോർട്ടഡ് ആണ്. അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അത്യാവശ്യം സെൽഫിയിൽ കുറച്ച് വൈറ്റനിങ്ങും ഓവർ ബ്യൂട്ടി അല്ല, സ്മൂത്തും കാര്യങ്ങളല്ല, കുറച്ച് ഓവർ വൈറ്റനിങ് ആയിട്ട് എനിക്ക് തോന്നി. HDR കൺട്രോൾ കുറച്ച് പോരാന്ന് എനിക്ക് തോന്നി. ഒപ്റ്റിമൈസേഷൻ കുറച്ചുകൂടെ ആവാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് 25,000 റേഞ്ചിലൊക്കെ എടുക്കാൻ നിൽക്കുന്നെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മളെ യൂട്യൂബ് ചാനൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിളിബ്രോ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമുള്ള ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കിളിബ്രോ സൈനിങ് ഔട്ട്.